السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിയായ അനുഗ്രഹത്താൽ നാം ഓരോരുത്തരും പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി റമദാനിലേക്ക് എത്താൻ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാം നിലകൊള്ളുന്ന ഈ മാസം ശഅബാൻ വളരെ പവിത്രമായ പുണ്യമായ ഒരു മാസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലൂടെ ഈ മാസത്തിൻ്റെ മഹത്വം തങ്ങൾ ധാരാളമായി അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ശഅബാൻ ആഗതമാകുമ്പോൾ സഹാബാക്കളെ പ്രത്യേകമായി റമദാന് വേണ്ടി തങ്ങൾ ഉണർത്തുകയും ചെയ്യുമായിരുന്നു. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല ഒരിക്കൽ ശഅബാനിലുള്ള തങ്ങളുടെ അതിയായ അമലുകളും നന്മയിലുള്ള തങ്ങളുടെ മുന്നേറ്റവുമെല്ലാം കണ്ടപ്പോൾ ഒരിക്കൽ ചോദിച്ചു, നബിയെ, മറ്റു മാസങ്ങളിൽ കാണാത്ത നിലയിൽ അങ്ങ് ശഅബാൻ മാസത്തിൽ അധികമായി നോമ്പെടുക്കുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ശഅബാൻ മാസം ذلك شهر يغفل الناس عنه بين رجب ورمضان. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമാകുന്ന, ഗഫ്ലത്തിലാകുന്ന ഒരു മാസമാണ് ശഅബാൻ. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ വരുന്ന ഈ മാസം അധിക പേരും ഇതിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കാതെ ഗഫ്ലത്തിലാകുന്ന ഒരു മാസമാണ്. ഈ ഹദീസിലൂടെ, ഈ വചനത്തിലൂടെ തങ്ങൾ ഉമ്മത്തിനെ ഈ പുണ്യമായ സമയങ്ങളിൽ, മാസങ്ങളിൽ ഗഫ്ലത്തിലാകരുത്, അശ്രദ്ധമാകരുത് എന്ന് ഉണർത്തുകയാണ്. ഇന്ന് പൊതുവെ ഉമ്മത്തിൽ വ്യാപകമായ ഒരു രോഗമാണ് ദാഉൽ ഗഫ്ല, അശ്രദ്ധ എന്ന രോഗം. വ്യാപകമായി നമ്മളെ പിടികൂടിയിരിക്കുന്ന വലിയൊരു രോഗമാണ് അശ്രദ്ധ, അലസത. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല ഉണർത്തിയിരിക്കുന്ന ഒരു രോഗമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല കൽപ്പിച്ചു, വലാ തകും മിനൽ ഗാഫിലീൻ. നബി, തങ്ങൾ ഒരിക്കലും അശ്രദ്ധനായി പോകരുത്, ഗാഫിലായി പോകരുത്.
എന്ന് മാത്രമല്ല അശ്രദ്ധരായ ആളുകളുമായി സഹവസിക്കരുത്. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുറതാ. അശ്രദ്ധന്മാരുടെ കൂടെ ഒരിക്കലും സഹവസിക്കരുത്. അതിലൂടെ തങ്ങളും അശ്രദ്ധനാകാൻ, തങ്ങളുടെ ഹൃദയവും അശ്രദ്ധ ബാധിക്കാൻ കാരണമായേക്കാം. സത്യനിഷേധികളുടെ സ്വഭാവമായിട്ടാണ് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. സത്യനിഷേധികളുടെ അവസ്ഥ ഇതാണ്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ, ഈ ഭൗതിക ലോകത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരാണ്, ശ്രദ്ധയുള്ളവരാണ്. അവരുടെ ജീവിത മാർഗങ്ങളെക്കുറിച്ചും എന്നല്ല, ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അറിവുള്ളവരാണ്, ശ്രദ്ധയുള്ളവരാണ്. പക്ഷേ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, ആഖിറത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ വഹും ഗാഫിലൂൻ, അശ്രദ്ധരാണ്, ഗഫ്ലത്ത് എന്ന രോഗം ബാധിച്ചവരാണ്. അല്ലാഹു തആല പല സ്ഥലത്തും ഈ വിഷയം ഗൗരവത്തിൽ ഉണർത്തുകയാണ്. മുൻകഴിഞ്ഞ പല സമൂഹത്തിൻ്റെയും നാശത്തിനും അവരിലേക്ക് അജാബിറങ്ങാൻ കാരണമായതും ഈ രോഗം ബാധിച്ചതാണ്. فانتقمنا منهم فأغرقناهم في اليم بأنهم كذبوا بآياتنا. അല്ലാഹു തആല ആയത്തിൽ പറയുന്ന സമൂഹത്തെ അല്ലാഹു സമുദ്രത്തിൽ മുക്കി നശിപ്പിച്ചു. കാരണം വകാനു ഗാഫിലീൻ, അവർ അശ്രദ്ധരായി. അവരുടെ നാശത്തിന് അവരിലേക്ക് അജാബിറങ്ങാനുള്ള കാരണം അവർ അശ്രദ്ധമായ ഒരു സമൂഹമായിരുന്നു. ഇന്ന് നമ്മൾ വ്യാപകമാണ്. എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നിൽക്കുന്ന നമസ്കാരത്തിൽ പോലും, അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സന്ദർഭമായ സുജൂദിൽ പോലും നാം ഗഫ്ലത്തിലാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല ഇറക്കിയ ഏടിൽ അതിലുണ്ട് ഹഖ്കുൻ അലൽ ആഖിൽ അല്ലാ യഗ്ഫല അൻ അർബഇ സഅാതി. ഒരു ബുദ്ധിമാൻ 4 സന്ദർഭത്തിൽ അശ്രദ്ധനാകാൻ തന്നെ പാടില്ല. ഇതിലൊന്ന് പറഞ്ഞത് യുനാജി ഫീഹാ റബ്ബ, തൻ്റെ റബ്ബുമായി മുനാജാത്ത് നടത്തുമ്പോൾ, ഇബാദത്തിന് വേണ്ടി തനിച്ചാകുമ്പോൾ, അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമാൻ അശ്രദ്ധനാകാൻ ഒരു നിലക്കും പാടില്ലാത്ത സന്ദർഭമാണ്. ഇന്ന് നമ്മുടെ നമസ്കാരങ്ങൾ പോലും അശ്രദ്ധയില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, ചില മനുഷ്യർ 40 വർഷമായി നമസ്കരിക്കുന്നവരായിരിക്കും, പക്ഷെ അവരുടെ ഓരോ സുജൂദുകളും അവരെ അള്ളാഹുവിൽ അകറ്റുന്നതുമായിരിക്കും. കാരണം സുജൂദിൽ തലവെച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കിടക്കുമ്പോഴും അവൻ അശ്രദ്ധനാണ്, ദുനിയാവിന്റെ ചിന്തകളിലാണ്, തൻ്റെ റബ്ബിന്റെ മുന്നിലാണ് ചിന്ത തന്നെ ഇല്ലാതെ അശ്രദ്ധനായി സുജൂദ് ചെയ്യുന്നവൻ. അങ്ങനത്തെ സുജൂദുകൾ അവനെ അള്ളാഹുവിനെ അകറ്റുകയുള്ളൂ. ഇന്ന് വ്യാപകമായി നമ്മളെ പിടിക്കപ്പെട്ട രോഗമാണ് ദാഉൽ ഗഫ്ല, അശ്രദ്ധ എന്ന രോഗം. ഒരു മുഅ്മിൻ ഒരു നിലക്കും പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അശ്രദ്ധമായി ജീവിക്കുക. പ്രധാനമായ 3 കാര്യങ്ങൾ. അതിനെ തൊട്ട് മുഅ്മിൻ, ഒരു മുസ്ലിം ഒരിക്കലും അശ്രദ്ധനാകാൻ പാടില്ല. ഒന്നാൽ ഗഫ്ലത്തു അനില്ലാഹ്, തൻ്റെ റബ്ബിനെ തൊട്ട് അശ്രദ്ധനായി ജീവിക്കുക. തൻ്റെ സൃഷ്ടാവായ പരിപാലകനായ എല്ലാ സമയവും വീക്ഷിക്കുന്നവനായ തൻ്റെ കൂട്ടത്തിലുള്ള അല്ലാഹുവിൽ അശ്രദ്ധനാവുക. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. നിങ്ങൾ 3 പേർ ഒരുമിച്ച് കൂടി രഹസ്യം പറയുമ്പോൾ 4-മനായ കൂട്ടത്തിൽ അല്ലാഹു. നിങ്ങൾ 4 പേർ ഒരുമിച്ച് കൂടി രഹസ്യം പറയുമ്പോൾ ആ കൂട്ടത്തിൽ 5-മനായ അല്ലാഹു ഉണ്ട്. വഹുവ മഅകും ഐനമാ കുൻതും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു വിഷയമാണ്. വഹുവ മഅകും
വഹുവ മഅകും ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. അല്ലാഹു നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, അല്ലാഹു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, അല്ലാഹു നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധ്യം ഒരു മുസ്ലിം എപ്പോഴും ഉണ്ടാകേണ്ടതാണ്, എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. ഒരല്പസമയം പോലും നഷ്ടപ്പെടാൻ പാടില്ല. മുൻഗാമികളായ സഹാബാക്കൾ, സലഫുകൾ, അവരുടെ ജീവിതങ്ങൾ നോക്കിയാൽ എല്ലാ സമയത്തും അവരുടെ യാത്രയിലും അവരുടെ നാട്ടിലും വിദേശത്തും എല്ലാ സമയത്തും ഈ ചിന്തയോടെ ജീവിച്ചവരായിരുന്നു. എൻ്റെ അല്ലാഹു എൻ്റെ കൂട്ടത്തിലുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു കാലഘട്ടത്തിൽ ഒരു നാട്ടിലേക്ക് അയച്ചു, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആ നാട്ടിൽ പോയി കുറച്ച് നാളുകൾ കഴിഞ്ഞ് തിരിച്ച് മദീനയിൽ വന്നു. മറ്റൊരു രാജ്യത്താണ് പോയത്. മടങ്ങി വന്നപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, ആ നാട്ടിൽ നിന്നും എനിക്ക് വേണ്ടി എന്താ നിങ്ങൾ കൊണ്ടുവന്നത്? മുആദ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും കൊണ്ടുവരാതെ മടങ്ങി വന്നത്? മുആദ് റളിയല്ലാഹു പറഞ്ഞു, എൻ്റെ കൂട്ടത്തിൽ ഒരു നോട്ടക്കാരൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഉമർ ഒരാളെ കൂട്ടത്തിൽ അയച്ചിരുന്നു നോട്ടക്കാരനായി. സ്ത്രീ പറഞ്ഞു, ഉമർ എത്ര മോശമായ വ്യക്തിയാണ്. എൻ്റെ ഭർത്താവ് പ്രധാനപ്പെട്ട സഹാബി, നബികൾ ഇഷ്ടപ്പെട്ട സഹാബി, അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയും. അങ്ങനെ സ്ത്രീകളുടെ സംസാരം ഉമർ റളിയല്ലാഹു തആലയുടെ വീട്ടിലും എത്തി. ഉമർ റളിയല്ലാഹു തആല ഇത് അറിഞ്ഞപ്പോൾ വിളിച്ചു ചോദിച്ചു, മുആദേ, ഞാൻ നിന്റെ കൂട്ടത്തിൽ ആരെയും നിന്നെ വീക്ഷിക്കാനോ നിന്റെ കൂടെ നിന്നെ നോക്കാൻ അയച്ചില്ലല്ലോ, പിന്നെ നീ എന്താണ് പറഞ്ഞത്? മുആദ് റളിയല്ലാഹു പറഞ്ഞു, ഉമർ ഖലീഫ, ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന കാര്യമാണ്. ഞാൻ ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നെ അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഞാൻ ഏൽപ്പിച്ച കാര്യത്തിൽ ഞാൻ വഞ്ചന കാണിക്കും? സഹാബാക്കളുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും ചിന്ത, എൻ്റെ കൂടെ അല്ലാഹു. ഒരു സെക്കൻഡ് പോലും അശ്രദ്ധമായില്ല. ഉർവത്ത് ബിൻ സുബൈർ, അദ്ദേഹം യാത്രയിൽ അദ്ദേഹത്തിന് തൻ്റെ കാലിന് മുറിവേൽക്കുകയും ആ മുറിവ് പഴുക്കുകയും ചെയ്തു. വൈദ്യന്മാർ നോക്കിയിട്ട് പറഞ്ഞു, ആ കാല് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ ശരീരം മുഴുവൻ അതിൻ്റെ രോഗം ബാധിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ വൈദ്യൻ പറഞ്ഞു, വേദന എടുക്കും, അതുകൊണ്ട് ഒരു മരുന്ന് തരാം, അത് കഴിച്ചാൽ നിങ്ങൾ അല്പം അബോധാവസ്ഥയിലാകും, ആ വേദന അറിയുകയില്ല. ഉർവ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ കാല് മുറിച്ചു കൊള്ളി, പക്ഷേ ഞാൻ അത് മരുന്ന് കഴിക്കുകയില്ല, ഞാൻ വേദന സഹിച്ചു കൊള്ളാം. അല്പസമയം എൻ്റെ റബ്ബിൽ നിന്നും ഗഫ്ലത്തിലാകാൻ ഇഷ്ടപ്പെടുന്നില്ല. മുൻഗാമികളുടെ ഒരു ഉയർന്ന അവസ്ഥയായിരുന്നു. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിൽ അശ്രദ്ധ അവർ ജീവിച്ചിരുന്നില്ല, അവരിഷ്ടപ്പെട്ടിരുന്നില്ല. ആ അവസ്ഥയിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ അല്ലാഹുവിനെ ഓർക്കാത്ത അവസ്ഥയിൽ എനിക്കെങ്ങാനും മരണം സംഭവിച്ചു പോയാൽ അതുകൊണ്ട് ഏറ്റവും മോശമായ ഒരു രോഗമാണ് അൽ-ഗഫ്ലത്തു അനില്ലാഹ്. തൻ്റെ റബ്ബിനെ കുറിച്ച് അശ്രദ്ധനാവുക, എൻ്റെ റബ്ബിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിന്തയില്ലാതെ ജീവിക്കുക. രണ്ടാമത് ഉലമാക്കൾ എഴുതി ഏറ്റവും മോശമായ അശ്രദ്ധയാണ് അൽ-ഗഫ്ലത്തു അനിൽ മൗത്ത്, തൻ്റെ മരണത്തെക്കുറിച്ച് അശ്രദ്ധനാവുക. കാരണം എല്ലാ ദിവസവും കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വളരെ വലിയ സത്യമാണ്. ഓരോ മനുഷ്യരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കും. ആരോഗ്യവാന്മാർ, രോഗങ്ങളില്ലാത്തവർ, രാവിലെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയവർ വൈകുന്നേരം മയ്യിത്തായി മടങ്ങി വരുന്നു. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു ആരോഗ്യവതിയായ സ്ത്രീ വന്നു, നമസ്കരിച്ചു. അവർ നമസ്കാരത്തിൽ സുജൂദിലായിരിക്കുമ്പോൾ അവർ മരണപ്പെട്ടു. ആയിഷ റളിയല്ലാഹു പറയുന്നു, എനിക്കും ഉറപ്പായി, മനസ്സിലായി, മരണം അത് വരുന്നതിന് ആരോഗ്യമോ മറ്റൊന്നും തടസ്സമില്ല. ആരോഗ്യവാനായ സ്ത്രീ ഒരു കാരണവുമില്ലാതെ സുജൂദിൽ വെച്ച് മരണപ്പെടൽ കണ്ടുകൊണ്ട് ഞാൻ കാണുകയുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ തൊട്ടൊരു മുഅ്മിൻ, ഒരു മുസ്ലിം ഒരിക്കലും അശ്രദ്ധനാവുകയില്ല. എത്ര സന്തോഷം വന്നാലും, എത്ര സുഖങ്ങളും സൗകര്യങ്ങളും വന്നാലും മുഅ്മിൻ എല്ലാ സമയം അതിനെക്കുറിച്ച് ഓർമ്മയുള്ളവനായിരിക്കും. അവൻ്റെ യാത്രയിലും നാട്ടിലും കച്ചവടത്തിലും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മക്കയിൽ നിന്നും അദ്ദേഹം മദീനയിലേക്ക് പോകുന്ന യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനും കൂട്ടത്തിലുണ്ടായിരുന്നു. ആ യാത്രയെക്കുറിച്ച് വിവരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ യാത്രയിൽ രാത്രി എവിടെയെല്ലാം ഞങ്ങൾ വിശ്രമിക്കാൻ ഇറങ്ങുന്നു, രാത്രിയുടെ പകുതി സമയം കഴിഞ്ഞാൽ
സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് നമസ്കരിക്കാൻ കൈകെട്ടും. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്ത് കരയും. പലപ്പോഴും അദ്ദേഹം മരണത്തെക്കുറിച്ചുള്ള വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീം എന്ന ആയത്ത് ഓതി അദ്ദേഹം ഒരു കുട്ടി കരയുന്നത് പോലെ അദ്ദേഹം തേങ്ങി തേങ്ങി നമസ്കാരത്തിൽ കരയുമായിരുന്നു. സഹാബാക്കൾ, മുൻഗാമികൾ, അവർ അല്പം പോലും അശ്രദ്ധമായിരുന്നില്ല അവരുടെ മരണത്തെക്കുറിച്ച് ചിന്താകുലരായിരുന്നു. നമുക്ക് ബാധിച്ച അശ്രദ്ധയെന്ന രണ്ടാമത്തെ രോഗം മരണത്തെ തൊട്ടുള്ള അശ്രദ്ധയാണ്. ഷഖീഖ് ബൽഖി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, മനുഷ്യർ 4 കാര്യങ്ങളിൽ വാക്കുകൊണ്ട് ഞാനുമായി യോജിക്കുന്നു, പക്ഷെ പ്രവൃത്തി കൊണ്ട് എതിരാകുകയും ചെയ്യുന്നു. ഒന്ന്, മനുഷ്യർ പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, നാവ് കൊണ്ട് പറയുന്നു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, പക്ഷെ അവരുടെ ജീവിതം പ്രവൃത്തി ഒരു സ്വതന്ത്രനെ പോലെയാണ്. 2, മനുഷ്യർ പറയുന്നു ദുന്യാവ് താൽക്കാലികമാണ് എന്ന്, പക്ഷെ ജീവിതം കണ്ടാൽ ദുന്യാവ് ശാശ്വതമാണ് എന്നതുപോലെയാണ്. 3, മനുഷ്യർ പറയുന്നു മരണം സത്യമാണ്, നാക്കുകൊണ്ട് പറയുന്നു മരണം സത്യമാണ്, പക്ഷെ ജീവിതം കണ്ടാൽ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാണ്. അവന്റെ പ്ലാനുകൾ, അവന്റെ പരിശ്രമങ്ങൾ കണ്ടാൽ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാണ്. 4, മനുഷ്യർ പറയുന്നു റിസ്ക് അല്ലാഹു ഏറ്റതാണ്, പക്ഷെ അവന്റെ പ്രവൃത്തി കണ്ടാൽ അവന്റെ റിസ്കിന്റെ വിഷയത്തിൽ ഭയപ്പെടുകയാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മുഅ്മിൻ അശ്രദ്ധമാകാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് മരണത്തെ തൊട്ട്. 3, ഉലമാക്കൾ എഴുതിയ ഒരു മുഅ്മിൻ അല്പം പോലും അശ്രദ്ധമാകാൻ പാടില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഗഫ്ലതു മൗഖിഫു ബൈന യദൈല്ലാഹി തആല. തന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കാനുള്ളവനാണ് ഞാൻ, എൻ്റെ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ളവനാണ്. ഈ ബോധ്യം എപ്പോഴും മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകും. ഒരു സെക്കൻഡ് പോലും വിഷയം മറന്നു പോകാൻ പാടില്ല. തന്റെ മടക്കത്തെക്കുറിച്ച്, തന്റെ മടക്ക സ്ഥലത്തെക്കുറിച്ച്, ആഖിറത്തിനെ കുറിച്ച്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യതയുള്ള ദുആകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ദുആയാണ് അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലതി ഹിയ ഇസ്മതു അംരി അല്ലാഹുമ്മ അസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി. അല്ലാഹു തആലയുടെ വിധങ്ങൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചോദിക്കുകയാണ്. അല്ലാഹു, നീ എൻ്റെ ദീനിനെ നന്നാക്കി തരണം. കാരണം ഹുവ ഇസ്മതു അംരി, എൻ്റെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, ലക്ഷ്യം അതാണ്, ദീനാണ്. അതെൻ്റെ ജീവിതത്തിൽ നന്നാക്കി തരണം. നീ എൻ്റെ ദുന്യാവ് നന്നാക്കി തരണം. എൻ്റെ ദുന്യാവിനെ നന്നാക്കി തരണം, കാരണം എൻ്റെ ജീവിത സ്ഥലമാണ്. പിന്നെ 3 തങ്ങൾ പറഞ്ഞു അസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി. അല്ലാഹു, നീ എൻ്റെ ആഖിറം നന്നാക്കി തരണം, കാരണം ഞാൻ മടങ്ങേണ്ട സ്ഥലമാണ് ആഖിറം. പിന്നെ അതിനുശേഷം തങ്ങൾ പറഞ്ഞ 2 വാക്കുകൾ, അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമാകണം. വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. അല്ലാഹുവിന്റെ ജീവിതം നന്മയുടെ വർധനവിന് കാരണമാക്കണം. വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ, എല്ലാ നന്മകളും വർദ്ധിക്കാൻ എൻ്റെ ജീവിതം കാരണമാക്കണം. ഒരു മുസ്ലിമിന്റെ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ, ഓരോ മാസങ്ങൾ കഴിയുമ്പോൾ നന്മകളെന്ന് വർദ്ധിക്കാണ് ചെയ്യുന്നത്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ഒരിക്കലും അശ്രദ്ധമാകാൻ പാടില്ലാത്ത കാര്യമാണ് മടക്ക സ്ഥലത്തെ കുറിച്ച്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. കുടുംബക്കാരും കൂട്ടുകാരും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ദുനിയാവിലെ കരിയുന്ന വിഷമത്തിലല്ല, മറിച്ച് എന്നെ കരയിപ്പിക്കുന്നത് നീണ്ടൊരു യാത്രക്ക് ഞാൻ തയ്യാറാവുകയാണ്, ഞാൻ പോവുകയാണ്. നീണ്ട യാത്രയാണ്, പക്ഷെ എൻ്റെ കയ്യിലുള്ള ഒരുക്കു സാധനം അമലുകൾ വളരെ കുറവാണ്. ആഖിറത്തെ കുറിച്ച് അവർ ഓർത്ത് കരയുകയാണ്. പ്രധാനപ്പെട്ട സഹാബാക്കൾ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട, നാം അല്പം പോലും അശ്രദ്ധമാകാൻ പാടില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലാനുള്ളതാണ്, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ളവരാണ്. അഥവാ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ആ ആഖിറത്തെ കുറിച്ച് ഗഫ്ലത്തിലായി ഒരാൾ ജീവിച്ചെങ്കിൽ അവൻ നാളെ ഏറ്റവും കരയുന്നവനായിരിക്കും. ഹദീസിൽ വരുന്നുണ്ട്, സ്വർഗവാസികൾ സ്വർഗത്തിലെത്തി കഴിയുകയും നരകവാസികൾ നരകത്തിൽ കഴിയുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല നീല നിറത്തിലുള്ള ഒരു ആടിന്റെ കോലത്തിലുള്ള ഒരു മൃഗത്തെ കൊണ്ടുവരും. യാ അഹ്ലൽ ജന്ന വയാ അഹ്ലൻ നാർ, സ്വർഗവാസികളും നരകവാസികളും കാണുന്ന അവസ്ഥയിൽ അല്ലാഹു തആല വിളിക്കും. കൊണ്ടുവന്നിട്ട്
പറയും ഇത് മരണമാണ്, ഇത് മൃഗത്തിന്റെ കുലത്തിലുള്ള ഇത് മരണമാണ്. രണ്ട് വിഭാഗവും കാണുന്ന അവസ്ഥയിൽ മരണത്തെ അല്ലാഹു തആല മരിപ്പിച്ചു കളയും. ഇതിൽ പറയും യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ബിലാ മൗത്ത് യാ അഹ്ലൻ നാർ ഖുലൂദുൻ ബിലാ മൗത്ത്. സ്വർഗവാസികളെ, നിങ്ങൾ ഇത് ശാശ്വതമാണ്, സ്വർഗത്തിൽ മരണമില്ലാതെ ശാശ്വതമാണ്. നരകവാസികളെ, നിങ്ങൾ നരകത്തിൽ ശാശ്വതമാണ്, മരണമില്ലാതെ നരകത്തിലും ശാശ്വതമാണ്. ഇത് കേൾക്കുമ്പോൾ ഹദീസിൽ വരുന്നുണ്ട്, സ്വർഗവാസികൾ അതിയായ സന്തോഷത്തിലായിരിക്കും, നരകവാസികൾ അതിയായ ദുഃഖത്തിലുമായിരിക്കും. കാരണം ഒരിക്കൽ പോലും അത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചു, വഅൻദിർഹും യൗമൽ ഹസ്റ വഅൻദിർഹും യൗമൽ ഹസ്റ. വേദനയുടെ ദുഃഖത്തിന്റെ ദിവസത്തെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇത് ഖുദിയൽ അംർ വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുമിനൂൻ. അവർക്ക് ഈ നഷ്ടത്തിനുള്ള കാരണം വഹും ഫീ ഗഫ്ലത്തിൻ, അവർ അശ്രദ്ധയിലായിരുന്നു. അവർ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അശ്രദ്ധരായി ജീവിച്ചു. അതാണ് അവരുടെ ഈ നഷ്ടത്തിനും പരാജയത്തിനും കാരണം. അതുകൊണ്ട് ഇന്ന് ഉമ്മത്തിൽ വ്യാപകമായ ഒരു രോഗമാണ് ദാഉൽ ഗഫ്ല, അശ്രദ്ധ എന്ന രോഗം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ രോഗം നമുക്ക് ബാധിക്കാനുള്ള കാരണം നമ്മുടെ സമയങ്ങൾ കൂടുതലായി നമ്മളെ അശ്രദ്ധമാക്കുന്ന കാര്യങ്ങളിലാണ്, അശ്രദ്ധയുണ്ടാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾ ചെലവഴിക്കപ്പെടുന്നതിന്റെ പേരിലാണ്. ദുനിയാവിൽ പല വസ്തുക്കളും അതുണ്ടാക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യന് അശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ പല കാര്യങ്ങളും നിർമ്മിച്ച് പുറത്തേക്ക് അയക്കുന്നത് ഉമ്മത്തിൽ അശ്രദ്ധ എന്ന രോഗം ഉണ്ടാകാൻ, യഥാർത്ഥ ലക്ഷ്യം മറന്ന് അശ്രദ്ധരായി ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, ഇതിൻ്റെ എല്ലാം പുറകിൽ വലിയ ബുദ്ധി ചിലവഴിക്കപ്പെടുന്നത് ഇതിൽ മനുഷ്യൻ സമയം ചെലവഴിച്ച് അശ്രദ്ധനായി മാറും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മൊബൈലിൽ നമ്മുടെ സമയങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂടുതൽ ചെലവഴിക്കപ്പെടും, പ്രത്യേകിച്ച് ഉമ്മത്തിൽ യുവാക്കൾക്കിടയിൽ. ഒന്ന് മൊബൈലിൽ അതിലുള്ള ഗെയിമുകളിൽ, രണ്ട് മൊബൈലിലുള്ള അധികമായി കോമഡിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ റീൽസുകളിൽ സമയം കൂടുതലായി ചെലവഴിക്കും. ഇത് രണ്ടും മനുഷ്യനെ അശ്രദ്ധമാക്കുന്ന കാര്യമാണ്. എത്രയോ മണിക്കൂറുകൾ ചെലവഴിക്കുക. ഗെയിം കളി ഒരിക്കലും ഇസ്ലാം തടയുന്നില്ല. ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു പുരുഷന്റെ, ഒരു മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കളി അത് ഇസ്ലാം തടയുന്നില്ല, ഇസ്ലാം പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ മിൻ മുഅ്മിനിൽ ളഈഫ്. ആരോഗ്യവാനായ മുഅ്മിൻ ബലഹീനായ മുഅ്മിനേക്കാൾ ശ്രേഷ്ഠനാണ്. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയും ഉമർ റളിയല്ലാഹു തആല യാത്രക്കിടയിൽ ജുഹ്ഫ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹ് വാ വരി, ഉബാഖീക അയ്യുനാ അത്വലു നഫസൻ ഫിൽ മാ. വാ അബ്ദുല്ലാഹ്, നമുക്കൊന്ന് വെള്ളത്തിൽ മുങ്ങി നമുക്കൊരു മത്സരം നടത്താം, ആർക്കാണ് കൂടുതൽ ശ്വാസം കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി. ആരോഗ്യത്തിന് വേണ്ടി സഹാബാക്കൾ പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഹദീസിൽ വരുന്നുണ്ട്, കുല്ലു ലഹ്വിൻ ബാതിലുൻ ഇല്ലാ സലാസ. മുഴുവൻ കളികളും ബാത്തിലാണ്, മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച്. നബി പറഞ്ഞു, ഒന്ന് ഒരു കുതിര ഓട്ടത്തിന് വേണ്ടി പരിശീലനം നടത്തുന്ന ഒരു കളി, അത് ആരോഗ്യം കിട്ടുന്ന കാര്യമാണ്. മറ്റൊന്ന് തങ്ങൾ പറഞ്ഞത് അമ്പെയ്ത്ത് പരിശീലിക്കുന്നത്, അതും ആരോഗ്യം കിട്ടുന്നതാണ്, ആവശ്യമുള്ളതാണ്, അതൊരിക്കലും ബാത്തിലല്ല. ഇനി ദീനിൽ പല നിലയിലും ആരോഗ്യം സംരക്ഷിക്കുന്ന കളികൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ അശ്രദ്ധമാക്കുന്ന കളികൾ, പ്രത്യേകിച്ച് ആരോഗ്യപരമായോ മറ്റു നിലയിൽ ഒരു പ്രയോജനമില്ലാത്ത ഇന്നത്തെ നമ്മൾ കാണുന്ന, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ കാണുന്ന ഗെയിമുകൾ, ഇതെല്ലാം ഇത് തീർത്തും നമ്മളെ നശിപ്പിക്കുന്നതാണ്, നമ്മളെ അശ്രദ്ധമാക്കുന്നതാണ്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാത്ത മുഴുവൻ കാര്യങ്ങളും അത് ബാത്തിലാണ്, അത് എഴുതപ്പെടുന്ന തിന്മകളെ കൂട്ടത്തിലാണ്. അബൂ മൻസൂർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായ ദീനിയായ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്നു. പഴയ കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിൽ ജനങ്ങൾ പൈസയ്ക്ക് വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കും. ഒരു മനുഷ്യൻ വന്നു, ഇങ്ങനെ പാത്രങ്ങൾ എറിഞ്ഞ് പ്രത്യേകം ഒരു അഭ്യാസം കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ സൂചി എറിഞ്ഞ് അതിന്റെ ദ്വാരത്തിൽ വീണ്ടും സൂചി എറിഞ്ഞ് ഒരു പ്രത്യേകമായ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു അഭ്യാസം, ഒരു കഴിവുമെല്ലാം പ്രകടിപ്പിച്ചു. അബൂ മൻസൂർ രാജാവ് അദ്ദേഹത്തിന് 1000 വെള്ളി നാണയം കൊടുക്കാൻ പറഞ്ഞു, കൂട്ടത്തിൽ 1000 ചാട്ടവാറിന്റെ അടിയും കൊടുക്കാൻ പറഞ്ഞു. അതെന്തിനാണെന്ന് അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളെ സമയം പാഴാക്കി കളഞ്ഞു. ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിനായി മുസ്ലിമീങ്ങളെ സമയം പാഴാക്കി, അതുകൊണ്ട് 1000 അടി കൊടുക്കണം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സമയങ്ങൾ, മുതിർന്നവർ പോലും ഒരു പ്രയോജനമില്ലാത്ത, പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഏതെല്ലാം കാര്യങ്ങൾ സമയം എത്രയാ പാഴാക്കുന്നത്.
പരിശുദ്ധമായ പുണ്യമായ മാസങ്ങൾ വരുമ്പോൾ നാം അതിന് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഈ ശീലങ്ങൾ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, നിന്റെ അടുക്കൽ ഞാൻ 4000 ഹദീസുകൾ ഞാൻ പഠിച്ചു, മനഃപ്പാഠമാക്കി. ആ 4000 ഹദീസിൽ നിന്ന് 4 ഹദീസുകൾ, ആ 4000 ഹദീസിന്റെ രത്ന ചുരുക്കമാണ്. ആ 4 ഹദീസുകൾ, വെറും 4 ഹദീസുകൾ, ആ 4 ഹദീസുകൾ 4000 ഹദീസിന്റെ രത്ന ചുരുക്കമാണ്. അതിലുള്ളതെല്ലാം ഇതിലുണ്ട്. ആ 4 ഹദീസിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിം, ഒരു വ്യക്തിയുടെ ഇസ്ലാമിന്റെ ഭംഗിയും പൂർത്തീകരണവും തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോഴാണ്. ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത് നമസ്കാരം കൊണ്ട് മാത്രമല്ല, ഇസ്ലാമിന്റെ സമ്പൂർണതയിലും ഇസ്ലാമിന്റെ ഭംഗിയും ഒരു മനുഷ്യൻ ഉണ്ടാകണമെങ്കിൽ അവൻ അനാവശ്യങ്ങളെ ഉപേക്ഷിക്കണം. ഹറാമിനെ മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, അനാവശ്യങ്ങളെ കൂടി ഉപേക്ഷിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മൾ ഇന്ന് മൊബൈലിൽ കാണുന്ന ഉപയോഗിക്കുന്ന ഗെയിമുകൾ, പ്രത്യേകിച്ച് അധികമായി കോമഡി റീൽസുകൾ ധാരാളമായി ഇങ്ങനെ നമ്മൾ കണ്ട എത്ര മണിക്കൂറുകളാണ് പാഴാക്കുന്നത്. ഇതെല്ലാം നന്മയിൽ വരുമോ തിന്മയിൽ വരുമോ? ചിന്തിച്ചു നോക്കി, എത്ര മണിക്കൂറുകളാണ് പാഴാക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട്, ലാ തുക്സിറു ളഹ് ഫഇന്ന കസറത ളഹ് തുമീതുൽ ഖൽബ്. അമിതമായ അനാവശ്യമായ ചിരി അതിന്റെ ഹൃദയത്തെ നശിപ്പിച്ചു കളയും, ഹൃദയത്തെ മെരിപ്പിച്ചു കളയും. കോമഡികൾ കണ്ട്, അതിന്റെ റീൽസുകൾ കണ്ട് മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ നാം വിചാരിക്കരുത് അതൊന്നും സംഭവിക്കുന്നത്, ഹൃദയങ്ങൾ മരിച്ചു പോകുന്നുണ്ട്. അതിലെത്ര സമയം ചെലവഴിക്കുന്നു? ഇന്നഹു തുമീതുൽ ഖൽബ്, നിന്റെ ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഹൃദയം ശരീരം, ജീവനുള്ള ശരീരമുണ്ട്, പക്ഷെ മരിച്ച ഹൃദയത്തിന്റെ ഉടമയാണ്. ഇന്ന് പലരുടെയും അവസ്ഥ ജീവനുള്ള ശരീരമാണ്, പക്ഷെ ഹൃദയം മരിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് ദീൻ അനുവദിക്കപ്പെട്ടു ആവശ്യമുള്ള കാര്യങ്ങളിൽ, ശാരീരികമായി മാനസികമായി പ്രയോജനമുള്ള കാര്യങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളിൽ നമ്മുടെ സമയങ്ങളെ നശിപ്പിച്ചു കളയും. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ മാസം ആഗതമാവുകയാണ്. ഈ ശീലങ്ങൾ നമ്മൾ പതിയെ പതിയെ ജീവിതത്തിൽ മാറ്റണം. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, ഈ സന്ദർഭം, ശത്രുക്കൾ പതിയെ മുസ്ലിം ഉമ്മത്തിന് മേൽ അടുത്തു. ചരടുകൾ വലിച്ച് വലിച്ച് നമ്മുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് മണ്ണടിക്കുന്ന അവസ്ഥയിൽ വളരെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഉമ്മത്തിലെ യുവാക്കളും മുതിർന്നവരും സോഷ്യൽ മീഡിയയിൽ ഗെയിമിലും റീൽസിലും കണ്ട് സമയങ്ങൾ പഴക്കുകയാണ്. ബഗ്ദാദിന്റെ കവാടത്തിൽ താർത്താലികൾ എത്തി നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ബഗ്ദാദിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ പരസ്പരം തർക്കിച്ച് നിൽക്കുകയായിരുന്നു. ആ ഉമ്മത്തിന്റെ നാശത്തിന്റെ കാരണം അതായിരുന്നു. മുസ്ലിമുകൾക്കെതിരെ, പ്രത്യേകിച്ച് രാജ്യത്ത് ചരട് വലിച്ച് വലിച്ച് മുസ്ലിമുകളെ മേൽ കൈവച്ച് വളരെ അടുത്തെത്തിയിട്ടും ഉമ്മത്ത് ഇപ്പോഴും അശ്രദ്ധയിലാണ്, ഉണരുന്നില്ല. ഇപ്പോഴും ഇനിയും ഉണർന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മളും വരുന്ന തലമുറയും വളരെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നന്മയിലേക്ക് മടക്കി, പ്രത്യേകിച്ച് പരിശുദ്ധമായ ഷഅബാനിന്റെ മാസമെത്തി, ഇനി ഒരു മാസം പോലും ബാക്കിയില്ല റമദാനിലേക്ക് എത്താൻ. ഇനി നമ്മുടെ ശീലങ്ങൾ മാറ്റി നന്മയിലേക്ക് മുന്നിടുന്നില്ല എങ്കിൽ നമുക്കറിയില്ല ഇനി എത്ര അവസരങ്ങൾ ഇനി ബാക്കിയുണ്ട്, ഇങ്ങനത്തെ നല്ല സന്ദർഭങ്ങൾ എത്ര ബാക്കിയുണ്ട് എന്ന്. അതുകൊണ്ട് പരിശുദ്ധമായ ഷഅബാൻ മാസം ആഗതമായി കുറഞ്ഞ ദിവസങ്ങൾ ഇനി ബാക്കിയുള്ള റമദാനിലേക്ക് എത്താൻ വേണ്ടി നാം മാനസികമായി തയ്യാറാക്കി, നമ്മുടെ ജോലി കാര്യങ്ങളൊന്നും ഒതുക്കി റമദാനു വേണ്ടി നമ്മൾ സമയങ്ങൾ ഉണ്ടാക്കിയെടുക്കി. ഇങ്ങനെ റമദാനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ ഈ വർഷത്തെ റമദാൻ നമുക്ക് പ്രയോജനമുള്ളതായി മാറും. അല്ലാഹു തആല ആ നിലയിൽ തയ്യാറാകാനും പരിശ്രമിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവ്വൻ അതിന്റെ പേരിൽ ഒരു 3 ദിവസത്തെ യാത്ര റമദാന്റെ മുന്നൊരുക്കമായി അടുത്ത വരുന്ന ആഴ്ച നമ്മുടെ പള്ളിയിൽ നിന്ന് പോകുന്നുണ്ട്. ആഗ്രഹിക്കുന്നു അറിയിക്കുകയും ചെയ്യും.